ഹായ് ഫ്രണ്ട്സ്, PSC ഡയറി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370 തയ്യാറാക്കിയത് N ഗോപാലസ്വാമി അയ്യങ്കാരാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370 തയ്യാറാക്കിയത് N ഗോപാലസ്വാമി അയ്യങ്കാർ. ഇന്ത്യക്ക് ഒരു ഭരണഘടനാ അസംബ്ലി എന്ന ആശയം അംഗീകരിച്ച ആദ്യത്തെ ബ്രിട്ടീഷ് നീക്കമാണ് ഓഗസ്റ്റ് ഓഫർ. ഇന്ത്യക്ക് ഒരു ഭരണഘടനാ അസംബ്ലി എന്ന ആശയം അംഗീകരിച്ച ആദ്യത്തെ ബ്രിട്ടീഷ് നീക്കമാണ് ഓഗസ്റ്റ് ഓഫർ. ഇന്ത്യക്ക് ഒരു ഭരണഘടനാ അസംബ്ലി വേണം എന്ന നിലപാട് കോൺഗ്രസ് പാർട്ടി ഔദ്യോഗികമായി സ്വീകരിച്ച വർഷം 1935 ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. ഇന്ത്യക്ക് ഒരു ഭരണഘടനാ അസംബ്ലി വേണം എന്ന നിലപാട് കോൺഗ്രസ് പാർട്ടി ഔദ്യോഗികമായി സ്വീകരിച്ചത് 1935. പാകിസ്ഥാന്റെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ മുഹമ്മദ് അലി ജിന്നയായിരുന്നു. പാകിസ്ഥാന്റെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ മുഹമ്മദ് അലി ജിന്നയായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭ ലക്ഷ്യപ്രമേയം അംഗീകരിച്ച തീയതി 1947 ജനുവരി 22 ഭരണഘടനാ നിർമ്മാണ സഭ ലക്ഷ്യപ്രമേയം അംഗീകരിച്ച തീയതി 1947 ജനുവരി 22 ഇത് അറിയുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഒന്ന് രണ്ട് ചില കാര്യങ്ങൾ ഭരണഘടനാ നിർമ്മാണ സഭയെക്കുറിച്ച് അറിയേണ്ടതുണ്ട്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കപ്പെട്ടു, അതിൽ എത്ര അംഗങ്ങൾ എവിടെ നിന്നൊക്കെ പങ്കെടുത്തു എന്നൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് തൊട്ടുള്ള ചില നാൾവഴികളുണ്ട്, ഡേറ്റ് വെച്ചിട്ടുള്ള, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 1946 ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ 1946 ഡിസംബർ 6 ഈ ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കുന്നു. തുടർന്ന് ഡിസംബർ 9 ആയപ്പോഴത്തേക്കും അതിൻ്റെ ആദ്യത്തെ മീറ്റിംഗ് കൂടുന്നു. ആ മീറ്റിങ്ങിൽ ഫ്രഞ്ച് പാർലമെൻ്ററി രീതി അനുസരിച്ച് ഏറ്റവും പ്രായം കൂടിയ അംഗമായിട്ടുള്ള സച്ചിദാനന്ദ സിൻഹയെ താൽക്കാലിക അധ്യക്ഷനായി തിരഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്നു. ഡിസംബർ 9 ആദ്യത്തെ മീറ്റിംഗ് നടക്കുന്നു. ആ മീറ്റിങ്ങിൽ വെച്ച് താൽക്കാലിക അധ്യക്ഷനായിട്ട് സച്ചിദാനന്ദ സിൻഹയെ തിരഞ്ഞെടുക്കുന്നു. അത് ഏതടിസ്ഥാനത്തിലാണ്? ഫ്രഞ്ച് പാർലമെന്ററി രീതി അനുസരിച്ച് ഏറ്റവും പ്രായം കൂടിയ അംഗമായിട്ടുള്ള സച്ചിദാനന്ദ സിൻഹയെ താൽക്കാലിക അധ്യക്ഷനായിട്ട് ഡിസംബർ 9 താൽക്കാലിക അധ്യക്ഷനായിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. തുടർന്ന് ഡിസംബർ 11 ആയപ്പോഴത്തേക്കും ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ സ്ഥിരം അധ്യക്ഷനായിട്ട് നിയമിക്കുന്നു. തുടർന്ന് ഡിസംബർ 13 ആയപ്പോഴത്തേക്കും നമ്മുടെ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നുണ്ട്. ഡിസംബർ 13 1946 ഡിസംബർ 13 നമ്മുടെ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നു. ആ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് 1947 ജനുവരി 22 ആയപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിക്കുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്നു. ഡിസംബർ 9 താൽക്കാലിക അധ്യക്ഷനായിട്ട് സച്ചിദാനന്ദ സിൻഹയെ തിരഞ്ഞെടുക്കുന്നു. ഡിസംബർ 11 സ്ഥിരം അധ്യക്ഷനായിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുക്കുന്നു. ഡിസംബർ 13 നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നു. ആ ലക്ഷ്യപ്രമേയം 1947 ജനുവരി 22 ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിക്കുന്നു. ഇനി അറിയേണ്ട ചില ഡേറ്റുകളുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്, അതുകൂടെ ഒന്നറിയാം. 1947 ഓഗസ്റ്റ് 15 ആയപ്പോൾ നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നുണ്ട്. ഓഗസ്റ്റ് 15. അതിനുശേഷം ഓഗസ്റ്റ് 29 ആയപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭ ഒരു കരട് ഭരണഘടന തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഡോക്ടർ BR അംബേദ്കറെ 1947 ഓഗസ്റ്റ് 29 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അധ്യക്ഷനായിട്ട് നിയമിക്കുന്നു. ഒന്നുകൂടി പറയാം, 1947 ഓഗസ്റ്റ് 29 ഡോക്ടർ BR അംബേദ്കർ അധ്യക്ഷനായിട്ടുള്ള ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിക്കുന്നു. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ ഭരണഘടനാ നിർമ്മാണ സഭയിൽ മറ്റു പല കമ്മിറ്റികളുമുണ്ട്. ആ എല്ലാ കമ്മിറ്റികളിലും നടക്കുന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെടുന്ന നിയമങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു കരട് ഭരണഘടന തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിക്കുന്നത്. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ടാണ് അംബേദ്കറെ തിരഞ്ഞെടുക്കുന്നത്. അത് 1947 ഓഗസ്റ്റ് 29 അപ്പോൾ അംബേദ്കർ എന്ത് ചെയ്യും? അവിടെ നടക്കുന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെടുന്ന നിയമങ്ങളെല്ലാം കൂടെ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു കരട് ഭരണഘടന തയ്യാറാക്കും അല്ലെ. എന്നിട്ട് ഇന്ത്യൻ ഭരണഘടനയുടെ അന്തിമ കരട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന് ഡോക്ടർ അംബേദ്കർ കൈമാറുന്നത് 1949 നവംബർ 25 ഇതിൻ്റെ ഒരു ഫൈനൽ ഡ്രാഫ്റ്റ്, ഭരണഘടനയുടെ ഒരു ഫൈനൽ ഡ്രാഫ്റ്റ്
നമ്മുടെ രാജേന്ദ്ര പ്രസാദിന് കൈമാറുന്നത് 1949 നവംബർ 25-നാണ് നമ്മുടെ BR അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു ഫൈനൽ ഡ്രാഫ്റ്റ് അഥവാ അന്തിമ കരട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന് കൈമാറുന്നത്. ഈ നവംബർ 25-ന് ഇങ്ങനെ കൈമാറി കിട്ടിയ ഇന്ത്യൻ ഭരണഘടനയുടെ ഫൈനൽ ഡ്രാഫ്റ്റ് അത് ഭരണഘടനാ നിർമ്മാണ സമിതിക്ക് മുൻപാകെ അവതരിപ്പിച്ചിട്ട് അത് കുഴപ്പമൊന്നുമില്ല പക്കയാണ് എന്ന് ഉറപ്പുവരുത്തിയിട്ട് തൊട്ട് പിറ്റേ ദിവസം, അതായത് 1949 നവംബർ 26-ന് ഈ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിക്കുന്നു. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയെ അംഗീകരിക്കുന്നത് 1949 നവംബർ 26-നാണ്. പിന്നീട് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പിടുന്നത് 1950 ജനുവരി 24-നാണ്. ജനുവരി 24-ന് ഇവരെല്ലാം കൂടെ ആ ഭരണഘടനയിൽ ഒപ്പിട്ടതിന് ശേഷം 1950 ജനുവരി 26-ന് ഭരണഘടന നിലവിൽ വരുന്നു. 1950 ജനുവരി 26-നാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നത്. അപ്പോൾ നാൾവഴി മനസ്സിലായല്ലോ. 1947 ഓഗസ്റ്റ് 29-നാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ അംബേദ്കർ ചെയർമാനാക്കിക്കൊണ്ട് നിയമിക്കുന്നത്. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ത് ചെയ്യും? 1949 നവംബർ 25 ആയപ്പോഴത്തേക്കും ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു ഫൈനൽ ഡ്രാഫ്റ്റ് ആർക്ക് കൈമാറും? ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന് കൈമാറുന്നു. എന്നിട്ടത് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ ആ ഫൈനൽ ഡ്രാഫ്റ്റ് ചർച്ച ചെയ്തിട്ട് അത് അംഗീകരിക്കുന്ന എപ്പോഴാണ്? 1949 നവംബർ 26-ന് ആ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചിട്ട് ഇതിൽ ആ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ ഒപ്പിടുന്നത് 1950 ജനുവരി 24-നാണ്. ആ ഒപ്പിടുന്ന ആ മീറ്റിംഗ് തന്നെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാന യോഗം എന്നും അറിയപ്പെടുന്നത്. അതായത് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് ഒരു ഭരണഘടന ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ ഭരണഘടന എന്തായാലും ഇപ്പോൾ ഉണ്ടായല്ലോ. 1949 നവംബർ 26-ന് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചു. അപ്പോൾ നമുക്ക് ഇന്ത്യക്ക് ഒരു ഭരണഘടന ഉണ്ടായി. അപ്പോൾ ഭരണഘടന ഉണ്ടാക്കിയെടുത്ത സ്ഥിതിക്ക് പിന്നെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആവശ്യമില്ല. അതുകൊണ്ട് ഭരണഘടനാ നിർമ്മാണ സഭ അവസാന യോഗം ചേരുന്നത് 1950 ജനുവരി 24-നാണ്. ആ യോഗത്തിൽ വെച്ച് തന്നെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ ഒപ്പിടുന്നത്. അതോടുകൂടി ഭരണഘടനാ നിർമ്മാണ സഭ അവിടെ തീർന്നു. പിന്നെ അതിൻ്റെ തൊട്ട് പിറ്റേ ദിവസം 1950 ജനുവരി 26-ന് ഇന്ത്യ റിപ്പബ്ലിക്കായി. അതേപോലെ ഭരണഘടന നിലവിൽ വന്നു എന്ന് പറയാം. അങ്ങനെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതോടുകൂടി ഇന്ത്യ റിപ്പബ്ലിക്കായി 1950 ജനുവരി 26-ന്. ഇതാണ് അതിൻ്റെ നാൾവഴി എന്ന് പറയുന്നത്. ഇത്രയും മനസ്സിലാക്കിയാൽ നമുക്ക് ഇനിയുള്ള കാര്യങ്ങൾ എളുപ്പത്തിൽ പഠിച്ചു പോകാം. ഇത് കൂടാതെയുള്ള ചില ഡേറ്റുകൾ കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അപ്പോൾ ഫൈനൽ ഡ്രാഫ്റ്റ്, അതായത് ഭരണഘടനയുടെ കരട് ഫൈനൽ ഡ്രാഫ്റ്റ് കൊടുത്ത തീയതി മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇതിന് മുമ്പും ഒക്കെ ആയിട്ട് ഇടയ്ക്ക് ഓരോ ഡ്രാഫ്റ്റ് തയ്യാറാക്കി കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ തുടർന്ന് പഠിക്കും. അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചറിഞ്ഞു പോയാൽ മതി. പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി നമുക്ക് എളുപ്പമാണ് പഠിച്ചു പോകാൻ. അപ്പോൾ അത് നോക്കാം. ഭരണഘടനാ നിർമ്മാണ സഭയുടെ 3ാം സെഷൻ ആരംഭിച്ച തീയതി 1947 ഏപ്രിൽ 28-ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ 3ാം സെഷൻ ആരംഭിച്ച തീയതി 1947 ഏപ്രിൽ 28. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സെക്രട്ടറി HVR അയ്യങ്കാർ ആയിരുന്നു. നമുക്കറിയാം ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. അതേപോലെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സെക്രട്ടറി HVR അയ്യങ്കാർ ആയിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനായി തിരഞ്ഞെടുത്തത് സച്ചിദാനന്ദ സിൻഹയെയാണ് 1946 ഡിസംബർ 9-ന്. നോക്കാം. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനായി തിരഞ്ഞെടുത്തത് ആരെയാണ്? സച്ചിദാനന്ദ സിൻഹയെ 1946 ഡിസംബർ 9-ന്. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ആദ്യ യോഗം ചേർന്ന തീയതി 1947 ഓഗസ്റ്റ് 30-ന്. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് കേട്ടോ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ച തീയതി ഞാൻ പറഞ്ഞിരുന്നു അല്ലേ? 1947 ഓഗസ്റ്റ് 29-നാണ് ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ അതിൻ്റെ ചെയർമാൻ അംബേദ്കറിനെ ചെയർമാനാക്കിക്കൊണ്ട് നിയമിച്ചത്. അതിൻ്റെ പിറ്റേ ദിവസം 1947 ഓഗസ്റ്റ് 30 ആയപ്പോഴത്തേക്ക് അതിൻ്റെ ആദ്യ യോഗം ചേർന്നു. കാരണം മറ്റത് പഠിക്കുന്നതുകൊണ്ട് ഇതൊക്കെ നമുക്ക് എളുപ്പമാണ്. നമ്മൾ ഇൻട്രൊഡക്ഷൻ പഠിച്ചതുകൊണ്ട്. ഇനി അടുത്തത് ഭരണഘടനാ നിർമ്മാണ സഭ രൂപവത്കരിക്കപ്പെട്ട തീയതി പറഞ്ഞു. 1946 ഡിസംബർ 6. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ യോഗം ചേർന്നതും പറഞ്ഞു ഡിസംബർ 9. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഹാജരായ വനിതകളുടെ എണ്ണം
9 പേരാണ് കേട്ടോ. 9 വനിതകളാണ് ആദ്യ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നത്. അതേപോലെ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ ദിനത്തിൽ എത്ര പേരാണ് വന്നിരുന്നത് ചോദിച്ചാൽ 211 പേരാണ് സന്നിഹിതരായിരുന്നത്. ആദ്യ ദിനത്തിൽ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ ദിനത്തിൽ 211 പേർ വന്നിരുന്നു. 211 പേർ. അടുത്തത് നമ്മൾ പഠിച്ചുപോയ കാര്യമാണ്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ വനിതാ അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 17 പേരാണ് അല്ലേ. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ വനിതാ അംഗങ്ങളുടെ എണ്ണം 17, സ്വാതന്ത്ര്യത്തിന് ശേഷം അത് 15 കുറഞ്ഞു. ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് 1946 ഡിസംബർ 13 അല്ലേ. ഡിസംബർ 13 ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു. ആ ലക്ഷ്യപ്രമേയം നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിക്കുന്നത് 1947 ജനുവരി 22 അതും നമ്മൾ പഠിച്ചു. ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഡിസംബർ 11 1946 ഡിസംബർ 11. ഇതാണ് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പഠിച്ചത്. ഇൻട്രൊഡക്ഷനിൽ അത് പഠിച്ചത് കൊണ്ട് നമുക്ക് ഇപ്പോൾ കാര്യങ്ങളൊക്കെ എളുപ്പമാണ് അല്ലേ. അപ്പോൾ ഇത്രയുമാണ് ഇന്ന് പഠിക്കാനുള്ളത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. എളുപ്പത്തിൽ തന്നെ വേഗത്തിൽ തന്നെ പഠിച്ചു പോകാം. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്